ഹലോ, എല്ലാവരും ക്രിസ്മസൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് അതിൻ്റെ ക്ഷീണത്തിലും ഹാങ് ഓവറിലൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പം ഞങ്ങൾ ഇന്നലെ ക്രിസ്മസ് ആയിട്ട് ഈവനിങ് പിള്ളേരെയും കൊണ്ട് കുറച്ച് പള്ളികളിലൊക്കെ പോയിട്ടോ പുൽക്കൂട് കാണിക്കാനായിട്ട്. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. അപ്പം ഞങ്ങൾ ആദ്യം പോയത് വാടാനപ്പള്ളി പള്ളിയിലാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇരുട്ടാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. ഞാനിങ്ങനെ കപ്പലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുൽക്കൂട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പലതരത്തിലും പല മോഡലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടൂ വീലർമയാണ് പോയത്. 3 പേരെയും കൊണ്ട് ടൂ വീലർമ പോകാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഞങ്ങളിവിടെ പോയപ്പോൾ ഇവിടെ കപ്പൽ, ആ ഒരു തീം, പിന്നെ ഫുൾ ഒരു മഞ്ഞിൻ്റെ ഒരു തീം, പിന്നെ അതാ കുറച്ച് മഞ്ഞിൻ്റെ കുറച്ച് പെൻഗ്വിൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു തീം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന അതിൻ്റെ സ്റ്റാറുകളാണ് സ്കൂളിൻ്റെ അവിടെ അങ്ങനെ കിടക്കണേ. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ചു പോന്നു. അപ്പം പോരാൻ നേരം ആയപ്പം അവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ്. വേറെ ഓവറായിട്ടുള്ള കുറേ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും കാണാനായിട്ട് ഒരു രസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കണ്ടശാങ്കടവ് പള്ളിയിലേക്കാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇടവ് കൂടിയായിരുന്നു കേട്ടോ കണ്ടശാങ്കടവ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പിന്നെ വന്നത്. അവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞി പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അവരെയും കൊണ്ട് വന്നത്. എൻ്റെ കാലൊക്കെ ശരിയായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇനി ഇത് കിട്ടണമെങ്കിൽ നമുക്കൊരു കൊല്ലം കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയാലും അവരെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ ട്രാവൽ ചെയ്യണത് വണ്ടിയിലാണ്. പിന്നെ അവിടെ എത്തിയാൽ കുറച്ച് ദൂരമൊക്കെ നടക്കാനുള്ളൂ. അതിപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്താണെങ്കിലും നടക്കുന്നതാണല്ലോ. പിന്നെ ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത് പരിസരത്ത് തന്നെയുള്ള പള്ളികളായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുപോയി 2-3 പള്ളി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇവരുടെ സാന്റാക്ലോസും വണ്ടിയൊക്കെ കണ്ടപ്പോൾ ഇവരിങ്ങനെ അതുമ്മ പിടിച്ച് പറിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട് ആദ്യക്കൂട്ടൻ. അപ്പോൾ ഞങ്ങൾ അവരത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ അവിടെ നിർത്തി 2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മമാരെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ്, ഇവർ നിൽക്കില്ല. അങ്ങനെ അവിടെ സാന്റേനെയും പുൽക്കൂടും ഒക്കെ കണ്ടു. അവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങി നടന്നു. കുറച്ച് കാണാനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു. അപ്പോൾ നമ്മുടെ ആദ്യക്കൂട്ടം കണ്ടു, വലിയ കാർന്നവരെ പോലെ കൈയും പിഞ്ഞിൽ കെട്ടി നടക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചായി ശ്രദ്ധിക്കുന്നു, ഇവന് ഈ കൈ പിഞ്ഞിൽ കെട്ടിയിട്ടുള്ള നടത്തുമ്പോൾ എവിടെ നിന്ന് കിട്ടിയാവോ. അപ്പോൾ അങ്ങനത്തെ പിള്ളേർ നോക്കാം, അവിടെ കുറച്ച് ബലൂൺസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഒരു സ്നോ തീമിലുള്ള ഒരു പുൽക്കൂട് തന്നെയായിരുന്നു. അപ്പം അതും കണ്ടു. അപ്പോൾ ഇവർ ഓരോ സ്ഥലത്ത് പലതരത്തിലുള്ള പുൽക്കൂടൊക്കെ അങ്ങനെ കാണുമ്പോൾ ഇവർക്ക് കുറച്ച് കൗതുകം കയറുമല്ലോ. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാനുള്ള അങ്ങനെ ഒരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ അവിടെ കേരസം പിള്ളേരുടെ ആണോ യൂണിറ്റുകളുടെ ആണോ എന്നറിയില്ല, ഇങ്ങനൊരു സംഭവം ജനങ്ങളൊക്കെ എഴുതി വെച്ചൊരു സംഭവം കണ്ടു. പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ടൈപ്പിൽ കുറച്ച് ഫ്രെയിംസൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നല്ല കുറച്ച് ഫ്രെയിംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെ ഒരാൾ തെക്കോട്ട് തിരിയുമ്പോൾ ഒരാൾ വടക്കോട്ട് തിരിയുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും കൊണ്ടുപോയി ഇതൊക്കെ കാണിക്കാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കങ്ങനെ കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാൻ ഇതൊക്കെ കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാരമുക്ക് പള്ളിയിൽ വന്നു. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു പുൽക്കൂടായിരുന്നു, വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു പുൽക്കൂടായിരുന്നു. പിന്നെ പള്ളിയിൽ കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് ആദ്യക്കുട്ടനെ ഹനിമോളെയും ജോക്കുട്ടനെയും വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിരുന്നു. തന്നെ കുട്ടികളെയും കൊണ്ട് അധികം ദൂരം പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഇത് ആലപ്പാട് പള്ളിയാണ്. ഇവിടെ ഈ ട്രീകളും ഈ സ്റ്റാർസും അല്ലാതെ അവിടെ പുൽക്കൂട് കാര്യമായിട്ടുണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഇറങ്ങി നടക്കാനുള്ള മടിക്കും കാലും മാത്രം സുഖമില്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ ഇറങ്ങിയില്ല. അവിടെ വണ്ടിയിലിരുന്ന് തന്നെ കണ്ടു. കുറച്ച് ട്രീസും കുറച്ച് സ്റ്റാർസും ഉണ്ട്. പുൽക്കൂടിന് വലിയ പ്രത്യേകതയില്ല. പിന്നെ വഴിയരികിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ അത് അമ്മാടം പള്ളിയിലെത്തി. ഇവിടെ വലിയൊരു മാലാഖ ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ഈ കാണുന്ന മാലാഖ. ഇത് അകലേന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു മാലാഖയുടെ ഷേപ്പൊന്നും തോന്നിയില്ല. നല്ല വലിപ്പമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ പള്ളിയുടെ അകത്തേക്ക് കയറണമെന്നുണ്ടായിരുന്നു. ഒരു ഫുൾ AC പള്ളിയാണ്. അതുമാത്രമല്ല പുതിയ പള്ളിയാണ്. പള്ളിയുടെ അകത്ത് കാണാനുണ്ടെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഈ പള്ളിയുടെ അകത്ത് കയറിയിട്ടില്ല. അപ്പോൾ കയറണം എന്ന് വിചാരിച്ചെങ്കിലും അവിടെ വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് പിന്നെ ഉള്ളിൽ കയറണം എന്നുള്ള ആഗ്രഹം നടന്നില്ല. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ തീ കായുന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പുൽക്കൂട് ഇങ്ങനെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അവിടെ പുൽക്കൂട്ടിൽ. ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ അവിടെ നിന്ന് പോരാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മുടെ റിലേറ്റീവിനെ കണ്ടു. അപ്പോൾ അവരെ സംസാരിച്ച് നിന്നു. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ പള്ളിയിലെ കാഴ്ചകൾ. ഇതാണ് മാലാഖയുടെ സൈഡ് വ്യൂ കേട്ടോ. പിന്നെ അവിടെ ഒരു ട്രീ ഉണ്ട്, വലിയൊരു റീത്ത് ഉണ്ട് പള്ളിയുടെ എൻട്രൻസിൽ. വലിയ പള്ളിയാണ്. പള്ളിയുടെ ഉള്ളിൽ കാണണം എന്നുള്ള ആഗ്രഹം നടന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു സ്നോമാനൊക്കെ വെച്ച് വെള്ളത്തിൻ്റെ എന്തൊരു സെറ്റപ്പ്. അങ്ങനെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് എത്തിയത് പിന്നെ അരിമ്പൂര് പള്ളിയിലായിരുന്നു. അതെൻ്റെ നാത്തൂൻ്റെ പള്ളി കൂടിയാണ് കേട്ടോ. നാത്തൂൻ്റെ സ്വന്തം വീട് അരിമ്പൂരാണ്. അപ്പോൾ അവളുടെ പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ടാണ് എത്തിയത്. പിന്നെ യാത്ര നല്ല രസമായിരുന്നു. അമ്മാടത്തു നിന്ന് ഈ അരിമ്പൂർ എത്തുന്നത് നമ്മുടെ പാടം വഴിയൊക്കെയാണ്. അപ്പോൾ അതിലെ രാത്രിയുള്ള യാത്ര നല്ല രസമായിരുന്നു.
പിന്നെ നമ്മളിവിടെ ഇറങ്ങുന്നില്ലല്ലോ, വണ്ടിയിൽ ഇരിക്കുക തന്നെ ആയതുകൊണ്ട് എനിക്ക് കാലിനും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ക്രിബാണിത്. ഇതും ഓവർ വലിപ്പമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ എന്തോ ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പക്ഷേ ഓവർ വലിപ്പമോ അല്ലെങ്കിൽ കുറേ അലങ്കാരങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ കുറേ സ്റ്റാർ ഉണ്ടായിരുന്നു, പള്ളിയുടെ ഉള്ളിൽ കുറച്ച് ട്രീ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ പള്ളിയിലേക്ക് കടക്കണ ഭാഗത്ത് ആരുടെ വകയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ ഒരു ലാൻഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിയില്ല, ഇറങ്ങി നടക്കാൻ ഈ പറഞ്ഞ പോലെ അത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ എൻട്രൻസിൽ നിന്ന് കണ്ടേ ഉള്ളൂ. കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ പിള്ളേരുണ്ടായിരുന്നില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നാത്ത കാരണം ഞങ്ങൾ ഇറങ്ങിയില്ലായിരുന്നു. തൃശ്ശൂർ ടൗണിൽ പോയിരുന്നെങ്കിൽ ഊർദുപള്ളി, പുത്തൻപള്ളി, ലത്തിൻപള്ളിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവുമായിരുന്നു. പക്ഷേ ഞങ്ങൾ അമ്മയുടെ തെറ്റിയപ്പോൾ തന്നെ അറിഞ്ഞു തൃശ്ശൂർ ഭയങ്കര തിരക്കാണ്, ബ്ലോക്കാണെന്നൊക്കെ. അപ്പോൾ പിന്നെ റിസ്ക് എടുത്ത് ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ എത്തിയത് കപ്പൽപ്പള്ളിയിലാണ്. അവിടെ ഒരു റെയിൻഡിയറിനെ നമ്മുടെ ഈ LED ലൈറ്റ് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ട്രീകളും അങ്ങനൊരു സംഭവമാണ് ഞങ്ങൾ അവിടെ ആദ്യം കണ്ടത്. അപ്പം ഞങ്ങൾ ഇനി പുൽക്കൂട് എവിടെയാണാവോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് ഈ ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇങ്ങനെ അവിടെ ഒരു വഴി പോലെ ഒരു ആർച്ച് ഷേപ്പിലിട്ടേക്കണ കണ്ടത്. അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കടന്നു നോക്കി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ബൈബിളിൽ ഈശോ ജനിക്കണതിൻ്റെ ഒരു അറിയിപ്പ് പോലെ ഒരു കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇന്നും ഔട്ടൊക്കെ എഴുതിയിട്ട് ഒരു കവാടം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ആദിയിൽ ദൈവം നമ്മുടെ ഭൂമി സൃഷ്ടിച്ചതും അതുപോലെ ഗ്രഹങ്ങളെ സൃഷ്ടിച്ചതൊക്കെയാണ് ഇത് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ അവിടെ ആദത്തിൻ്റെയും ഹവ്വേൻ്റെയും ആ ഒരു സംഭവം, പിന്നെ ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴുന്നത്, അതുപോലെ നോഹേൻ്റെ പെട്ടകം, പിന്നെ എന്താണ് യോനേനെ തിമിംഗലം വിഴുങ്ങിയതിനെ റിലേറ്റ് ചെയ്തിട്ട്, പിന്നെ അങ്ങനെ കുറച്ച് ക്രിസ്മസിൻ്റെ തീമും ഒരു പുൽക്കൂടൊക്കെയാണ് അവിടെ കണ്ടത്. പിള്ളേരെ കൊണ്ടുണ്ടായിരുന്നേ, നമ്മൾ ലാസ്റ്റ് കപ്പൽപ്പള്ളിയല്ലേ പ്ലാൻ ചെയ്തിരുന്ന പിള്ളേരെ കൊണ്ടുവരാൻ. അവരെ ഇതിനെ മറ്റേ സിംഹത്തിൻ്റെ കൂട്ടത്തിലൊക്കെയാണ്. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ പള്ളിയുടെ അകത്തും കൂടി ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പള്ളിയകത്തും കൂടി കയറിയതാണ്. ഇതാണ് കപ്പൽപ്പള്ളിയുടെ ഉൾവശം. സാധാരണ പള്ളി പോലൊക്കെ തന്നെ പുറമേ കാണുന്ന ആ ഒരു കപ്പലിൻ്റെ ഷേപ്പാണെങ്കിൽ ഉള്ളിൽ സാധാരണ ഷേപ്പ് തന്നെയാണ്. പക്ഷെ അവർ കുറച്ച് അലങ്കാരപ്പണികളും ആ ചുമരുമേ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം. അങ്ങനെയാണ് പള്ളിയുടെ ഉൾവശം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പയ്യെ പുറത്തിറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ അവസാനം കണ്ട പള്ളി കേട്ടോ. അപ്പോൾ രാത്രിയിൽ കാഴ്ചകൾ കണ്ടിട്ടുള്ള ആ ഒരു ഡ്രൈവ് മൊത്തത്തിൽ ഒരു ഹാപ്പി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.